فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ദീനി പഠിതാക്കളെ, ഫുറൂഉൽ ഫിഖ്ഹ് എന്ന യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹിയുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് നമ്മൾ ഈ ദർസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ വാജിബാത്തുകളുമെല്ലാം നമ്മൾ വിശദമായി മനസ്സിലാക്കി. അൽഹംദുലില്ലാ. അതിനുശേഷം ഖുഫൈൽ തടവുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നുൽ ഹാദി റഹ്മത്തുള്ളാഹി പറയുന്നത് വലിയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്ക് വായിക്കാം. വ അമ്മ ത്വഹാറത്തുൽ കുബ്ര, എന്നാൽ വലിയ ശുദ്ധീകരണം, ത്വഹാറത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, അഥവാ അത് കുളിക്കലാണല്ലോ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ. തഹ്തവി, അത് ഉൾക്കൊള്ളുന്നു, അഥവാ വലിയ ശുദ്ധീകരണം ഉൾക്കൊള്ളുന്നു. അലാ സുന്നത്തിൻ വ വാജിബിൻ, സുന്നത്തും വാജിബും. അപ്പോൾ വലിയ ശുദ്ധീകരണം അഥവാ കുളി, അതിൽ സുന്നത്തുമുണ്ട്, കുളിയുടെ സുന്നത്ത്, വാജിബ് നിർബന്ധമായ കാര്യങ്ങൾ, കുളിയുടെ വാജിബാത്തുകളും അതിലുണ്ട്. അപ്പോൾ സുന്നത്തും വാജിബും കുളിയിലുണ്ട്. ഇനി അദ്ദേഹം അത് ഓരോന്നും എടുത്തു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, വൽ വാജിബു, നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുളി ശരിയാകണമെങ്കിലുള്ള വാജിബായ നിർബന്ധമായ കാര്യം അതിൽപ്പെട്ടതാണ് അന്നീയത്തു. ഒന്നെന്താണ്? നീയത്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ട്, വത്തഅമീമു സാഇരിൽ ജസദ്. സാഇരിൽ ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ, തഅമീം എന്ന് പറഞ്ഞാലും ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക. അപ്പോൾ തഅമീമു സാഇരിൽ ജസദ്, ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കുളിയിൽ നിർബന്ധമായ കാര്യങ്ങൾ. ജനാബത്ത് കുളിയാകട്ടെ, ഹൈലിൽ നിന്നുള്ള കുളിയാകട്ടെ, നിഫാസിൽ നിന്നുള്ള കുളിയാകട്ടെ, ഒക്കെ ഇത് തന്നെയാണ് നിർബന്ധം. അപ്പോൾ നീയത്താണ് ഒന്നാമത്തെ. റസൂല് പറഞ്ഞല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് എന്താ പറഞ്ഞത്? തഅമീമു സാഇരിൽ ജസദ്, ശരീരം മുഴുവൻ വെള്ളമെത്തിക്കലാണ്. എന്താണ് അതിൻ്റെ തെളിവ്? അള്ളാഹ് പറഞ്ഞില്ലേ, വ ഇൻ കുൻതും ജുനുബൻ ഫത്വഹറു, ഇനി നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിൽ ഫത്വഹറു, ശുദ്ധിയാകണം, ശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് കുളി എന്ന ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് കിട്ടുക? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എങ്ങനെയാണ് ശുദ്ധിയാക്കണം, എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ലാക്കിൻ സ്വീഗതു തദുല്ലു അല തഅമീം, പക്ഷേ ഇവിടെ വുദു അല്ല, ശരീരം മുഴുവനായി ശുദ്ധിയാക്കണം, പൂർണ്ണമാക്കണം, അഥവാ കുളിക്കണം എന്ന് ഈ ഘടനയിൽ നിന്ന്, അള്ളാഹു ഉപയോഗിച്ച ഈ ഒരു സ്വീഗയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതെങ്ങനെ? ലം യഖുൽ ത്വഹിറു ജുസ്അൻ മിൻ അബ്ദാനിക്കും ഔ ഉൾവൻ മിൻ അഅ്ളാഇക്കും, അള്ളാഹ് എന്ത് പറഞ്ഞിട്ടില്ല? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇന്ന ഭാഗങ്ങൾ കഴുകുക, അല്ലെ ഇന്ന അവയവങ്ങൾ കഴുകുക എന്നല്ല പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് എന്താണ്? ബൽഖാല ഇത്വഹറു, അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ശുദ്ധിയാകൂ എന്നതാണ്. വഹുവ ഷാമിലുൽ ലികുല്ലിൽ ബദൻ, ആ ഒരു ഇത്വഹറു എന്ന ഫോം അത് ശരീരം മുഴുവൻ ഉൾക്കൊള്ളും, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾക്കൊള്ളും. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുളി എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ വയസ്അലൂനക അനിൽ മഹീൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹൈലുകാരെക്കുറിച്ച്, ഹൈലിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ, അത് മ്ലേച്ഛമാണ്, ആ രക്തം എന്നവരോട് പറയുക. ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീൽ, അവർക്ക് ഹൈലുള്ള സമയത്ത് അവരിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അഥവാ ലൈംഗിക ബന്ധം ഒഴിവാക്കാൻ അവരോട് പറയുക. വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ എന്ത് ചെയ്യരുത്? അവരിലേക്ക് അടുത്തു പോകരുത്, അഥവാ ലൈംഗിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഫ ഇദാ തത്വഹർന, ഇനി അവർ ശുദ്ധിയായാൽ ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറക്കുമുള്ള, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾ അവരിലേക്ക് ചെന്നോ. അപ്പോൾ ഇവിടെ തത്വഹർ, അവർ ശുദ്ധിയായാൽ എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഇഗ്തസൽന, അവർ കുളിച്ചാൽ. അപ്പോൾ കുളിയാണ് ഉദ്ദേശം. അപ്പോൾ വലിയ അശുദ്ധി അതുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ കുളി നിർബന്ധമാണ്.
അപ്പോൾ 2 കാര്യങ്ങളാണ് ആ കുളി ശരിയാക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത്. ഒന്ന് നീയത്ത് ആവശ്യമാണ്. 2 തഅമീമു സാഇരിൽ ജസദ്, ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതുമാണ്. ഇനി ഗ്രന്ഥകാരൻ പറയുന്നു മുസ്തഹബ്ബുൻ. അപ്പോൾ വാജിബായത് പറഞ്ഞു, കുളിയിൽ വാജിബായത്. ഇനി കുളിയിൽ സുന്നത്തായതുണ്ട്. അതിൽ അദ്ദേഹം പറയണം, ഒന്നെന്താണ്? ഗുസ്ലുഹാ മിൻ അതനിൽ നിന്ന് അഥവാ മ്ലേച്ഛമായത്. അതാന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായത്. അപ്പോൾ മ്ലേച്ഛമായതിൽ നിന്ന് ഗുസ്ലുഹ, അത് കഴുകിക്കളയലാണ്. മ്ലേച്ഛമായതൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും മോശമായതായിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ജനാപത്തുകാരനൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ എന്തുണ്ടാവും, പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ അവൻ്റെ ആ ബീജമുണ്ടായിരിക്കും. ഹൈലുള്ള സ്ത്രീ ആണെങ്കിൽ ആ രക്തമുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ എന്താണ്, കഴുകിക്കളയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ പറയുകയാണ്, വളഅതു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുസ്ലൻ വസതർതുഹു. റസൂലിന് കുളിക്കാൻ ആവശ്യമായ വെള്ളം ഞാൻ വെച്ചു കൊടുത്തു, റസൂലിന് ഞാൻ മറ പിടിച്ചു കൊടുത്തു. ഫസബ്ബ അലാ യദിഹി ഫഗസലഹാ മറത്തൻ ഔ മറത്തൈൻ. റസൂൽ അതിൽ നിന്ന് വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു. എന്നാൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ആയിട്ട് റസൂൽ കൈകൾ കഴുകി. സുമ്മ അഫ്റഗ ബിയമീനിഹി അലാ ശിമാലിഹി. എന്നിട്ട് വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കൈയിലേക്ക് റസൂൽ അതൊഴിച്ച് ഫഗസല ഫർജഹു, റസൂൽ തൻ്റെ ഗുഹ്യാവയവം കഴുകി കുളി തുടങ്ങുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ കണ്ടപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ മ്ലേച്ഛമായ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ കഴുകി അത് കളയണം. അത് സുന്നത്തായ കാര്യമാണ്, അത് സുന്നത്താണ്. രണ്ടാമത്തത് വുളൂഉം സുന്നത്താണ്. ഈ കുളിയുടെ മുമ്പേ സുന്നത്ത് ആയ ഒന്നാണ് വുളൂ എടുക്കുക എന്നുള്ളത്. ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദ ഇഗ്തസല മിനൽ ജനാബ. റസൂൽ ജനാബത്തിൽ നിന്ന് കുളിക്കുകയാണ് എങ്കിൽ ബദഅ ഫഗസല യദൈഹി, റസൂൽ തുടങ്ങുക കൈകൾ കഴുകിക്കൊണ്ടാണ്. സുമ്മ യതവല്ലഉ കമാ യതവല്ലഉ ലിസ്സലാത്ത്. പിന്നെ നമസ്കാരത്തിന് വേണ്ടി എങ്ങനെ വുളൂ എടുക്കുമോ അതുപോലെ റസൂൽ വുളൂ എടുക്കുമായിരുന്നു. അപ്പോൾ ജനാബത്ത് കുളിയിൽ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളിയിൽ വുളൂ എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമല്ല, സുന്നത്തായ കാര്യമാണ്. മൂന്നാമത്തെ സുന്നത്തായി കൊണ്ട് ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മുള്ള പറയുന്നു, വൽ ഗുസ്ലു സലാസൻ, 3 തവണ കഴുകുക എന്നുള്ളതാണ്. 3 തവണ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകേണ്ടതെല്ലാം 3 തവണയാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ഖായിദ, ഒരു പൊതു തത്വമാണത്. കഴുകേണ്ടതെല്ലാം സുന്നത്തായത് 3 തവണയാണ്, 1 തവണ നിർബന്ധവും. തടവേണ്ടതെല്ലാം സുന്നത്ത് തന്നെ 1 തവണയാണ്. തല തടവലാണ് 1 തവണയാണ്, ചെവി തടവലാണ് 1 തവണയാണ്, ബാൻഡേജിൻ്റെ മുകളിലൂടെ തടവലാണ് 1 തവണയാണ്. എന്നാൽ മുഖം കഴുകലാണ്, കാല് കഴുകലാണ്. അപ്പോൾ ഇതൊക്കെ 3 തവണയാണ്. അപ്പോൾ 3 തവണ കുളിക്കുമ്പോഴും കഴുകുക എന്നുള്ളത് 3 തവണയാക്കൽ സുന്നത്താണ്. പിന്നെ സുന്നത്തായ മറ്റൊരു കാര്യമാണ് ഗ്രന്ഥകാരൻ പറയുന്നു, വദ്ദൽകു. ദൽക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരച്ച് കഴുകുക. ദൽക്ക് എന്ന് പറഞ്ഞാൽ ഒരച്ച് കഴുകുക, അതാണ് ദൽക്ക് എന്ന് പറഞ്ഞാൽ. അത് വുളൂയിൽ കുളിയിൽ സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അയ്യഗ്തസില മിനൽ ജനാബ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തിൽ നിന്ന് കുളിക്കുകയാണ് എങ്കിൽ ബദഅ ബികഫൈഹി ഫഗസലഹുമാ, കൈകൾ കൊണ്ട് തുടങ്ങി കൈകൾ കഴുകുമായിരുന്നു. സുമ്മ ഗസല മറാഫിഖഹു, പിന്നെ റസൂൽ തൻ്റെ മറാഫിഖുകൾ കഴുകുമായിരുന്നു. മറാഫിഖ് എന്ന് പറഞ്ഞാൽ ഈ ചുളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ കക്ഷം പോലെ, വെള്ളം പെട്ടെന്ന് എത്താത്ത കക്ഷം പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും വെല്ലുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വയസ്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചുളിഞ്ഞിങ്ങനെ കിടക്കില്ല, വെള്ളം പെട്ടെന്ന് അവിടേക്ക് എത്തൂല, ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ അത് റസൂൽ കഴുകുമായിരുന്നു. അഫാല അലൈഹിൽ മാ, പിന്നെ റസൂൽ വെള്ളം ഒഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൽക്ക് മറാഫിയോ ഒക്കെ അവിടെ എത്തണമെങ്കിൽ ദൽക്ക് ചെയ്യണം, ഒരച്ച് കഴുകണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദൽക്ക് ചെയ്യുമായിരുന്നു, അത് സുന്നത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്നും പറഞ്ഞത് കാണാം. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഉഖ്തുലിഫ, ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, ഫി വുജൂബി ദൽക്ക്, ഈ ഒരച്ച് കഴുകൽ നിർബന്ധമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലം യൂജിബുഹു അക്സർ, ഒരുപാട് പണ്ഡിതന്മാർ അതിനെ നിർബന്ധമാക്കിയിട്ടില്ല. വനുഖില അം മാലിക്കിൻ വ മുസ്നി യൂജിബുഹു, എന്നാൽ മാലിക് റഹ്മുല്ല, മുസ്നി റഹ്മുല്ല ഇവയിൽ നിന്നെല്ലാം നിർബന്ധമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ദൽക്ക് ഒരച്ച് കഴുകുക എന്നുള്ളത് സുന്നത്താണ്, എന്നാൽ ചില പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്നും പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയ്ക്ക് നല്ലത്
വെള്ളമെത്താത്ത ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കക്ഷം പോലെ, വിരലുകളുടെ ഉൾഭാഗം പോലെയൊക്കെയുള്ള ഭാഗങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൽക്ക് നമ്മൾ ചെയ്യണം. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൽക്ക് നമ്മൾ ചെയ്യണം, അഥവാ ഉരച്ച് കഴുകലാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. പിന്നെ ഗ്രന്ഥകാരൻ അടുത്ത സുന്നത്തായി കൊണ്ട് പറയുന്നു വത്തയാമുനു. തയാമുൻ എന്ന് പറഞ്ഞാൽ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. വലത് ഭാഗം കൊണ്ട് തുടങ്ങുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഫി തനഉലിഹി വതറജുലിഹി വതുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി. ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചീകുന്നതിലും ശുദ്ധി വരുത്തുന്നതിലും എല്ലാ വിഷയത്തിലും റസൂൽ വലതിനെ മുന്തിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ കുളിക്കുമ്പോൾ കഴുകുന്ന അവയവങ്ങളെല്ലാം വലത് ഭാഗം കൊണ്ട് തുടങ്ങുക, അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. മറ്റൊരു സുന്നത്ത് ഗ്രന്ഥകാരൻ പറയുന്നു വത്തസ്മിയത്തു, ബിസ്മില്ല ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ല കൊണ്ട് തുടങ്ങുക എന്നുള്ളത് സുന്നത്തായ കാര്യമാകുന്നു. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി തൻ്റെ മുഗ്നിയിൽ പറയുന്നു ഫഅമ്മ തസ്മിയത്തു ഫഹുക്മുഹാ ഹുക്മു തസ്മിയത്തി ഫിൽ വുളൂഇ അലാ മാമല്ല. കുളിക്കുമ്പോൾ തസ്മിയത്ത് ബിസ്മില്ല ചൊല്ലുക എന്നുള്ളത് വുളൂയിൽ ബിസ്മില്ല ചൊല്ലുക എന്നതിൻ്റെ വിധി എന്താണോ അതേ വിധി തന്നെയാണ്. അതേ വിധി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വുളൂ ചെയ്യുമ്പോൾ എന്താണ് ബിസ്മി ചൊല്ലുന്നതിൻ്റെ വിധി, നമ്മൾ വിശദമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. അതേ വിധി തന്നെയാണ് കുളിക്കുമ്പോഴും ഇതിനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു ബൽ ഹുക്മുഹാ ഫിൽ ജനാബത്തി അഖഫ്. എന്നാൽ ജനാബത്തിൽ അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ലഘുവായതാണ്. ലി അന്ന ഹദീസ തസ്മിയത്തി, കാരണം ബിസ്മി ചൊല്ലുക എന്നുള്ള ഹദീസ് ഇന്നമാ തനാവലു ബിസ്വരീഹിഹി അൽ വുളൂ ലാ ഗൈർ, അത് വുളൂവിൻ്റെ വിഷയത്തിലാണ് വ്യക്തമായി വന്നിട്ടുള്ളത്, മറ്റൊന്നിലും അത് വന്നിട്ടില്ല. അപ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് എന്നതാണ് ഗ്രന്ഥകാരൻ്റെ അഭിപ്രായം. പിന്നെ ഗ്രന്ഥകാരൻ പറയുന്നു വത്തഖ്ലീലു ശഅരി, അതേപോലെ മുടി തഖ്ലീൽ ചെയ്യൽ. തഖ്ലീൽ എന്ന് പറഞ്ഞാൽ വിരലിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിലൂടെ വരച്ച് കഴുകൽ, അതാണ് തഖ്ലീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തലയിലൂടെ അങ്ങനെ ചെയ്യുക, തഖ്ലീൽ ചെയ്യുക എന്നുള്ളത് കുളിയിൽ സുന്നത്തായ കാര്യമായിക്കൊണ്ട് ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ്റെ ഹദീസിൽ സുമ്മയുദ്ഖിലു അസ്വാബിഅഹു ഫിൽ മാഇ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വിരൽ അതിൽ വെള്ളത്തിൽ വിരൽ പ്രവേശിപ്പിക്കുകയും ഫയുഖല്ലിലു ബിഹാ ഉസൂല ശഅരിഹി, റസൂലിൻ്റെ മുടിയുടെ ഉസൂൽ, ആ അടിയിലൂടെ ഉള്ളിലൂടെ റസൂൽ ഇങ്ങനെ തഖ്ലീൽ ചെയ്യുമായിരുന്നു. അതിനുശേഷം റസൂൽ തലയിലൂടെ വെള്ളം കോരിയൊഴിക്കുക. അപ്പോൾ മുടിയുടെ ഉള്ളിലൂടെ വിരലിങ്ങനെ തഖ്ലീൽ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. തഖ്ലീലു ശഅർ, മുടിയുടെ ഉള്ളിലൂടെ വിരലിങ്ങനെ ഇട്ടുകൊണ്ട് അത് ഉരച്ച് കഴുകൽ, അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. ഇനി ഒരു സുന്നത്ത് കൂടി ഗ്രന്ഥകാരൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. അതൊരല്പം വിശാലമായിട്ട് നമുക്ക് പറയേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് വലിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടത് കുളിച്ചുകൊണ്ടാണ്. ആ കുളിയിൽ സുന്നത്തും വാജിബാത്തുമുണ്ട്. 2 വാജിബാത്താണുള്ളത്. ഒന്ന് നിയ്യത്താണ്, ഒന്ന് ശരീരം മുഴുവൻ വെള്ളമെത്തലാണ്. പിന്നെ സുന്നത്തായ കാര്യങ്ങളാണ്. സുന്നത്തിൽ മ്ലേച്ഛമായത് കഴുകുക, വുളൂ ചെയ്യുക, അതുപോലെ തന്നെ ശരീരം ഉരച്ച് കഴുകുക, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മുടിയിലൂടെ വെള്ളം പിന്നെ വിരൽ ഇട്ടുകൊണ്ട് പിന്നെ തലമുടിയിലൂടെ വെള്ളം ഇട്ടുകൊണ്ട് കൈയിട്ടുകൊണ്ട് ഉരച്ച് കഴുകുക എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള സുന്നത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിലൊരു സുന്നത്ത് കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാവിധത്തിൽ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.